തമിഴ്നാട്ടിൽ CM-മായി ഈ പടം കയറി കൊളുത്തുകയും ചെയ്യും. ആരും വന്ന് പൊങ്കാലയിടാൻ നിൽക്കണം. ആദ്യ പകുതി പിന്നിടുമ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലും വമ്പം വിജയം നേടുകയാണ് ദളപതി ചിത്രം ജനനായകൻ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്ക് സർവീന്റെ പുതിയൊരു വീഡിയോ ഇട്ട് സ്വന്തം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ദളപതി വിജയ് കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള ഏറ്റവും പുതിയ തമിഴ് ചിത്രമായിട്ടുള്ള ജനനായകൻ എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ ഷോ പ്രതികരണങ്ങളാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. തമിഴ്നാട് CM-ആയിട്ട് മാറിയ വിജയുടെ സിനിമാ കരിയറിലെ അവസാന ചിത്രം എന്നതുകൊണ്ട് തന്നെ ഇതിനോടൊപ്പം തന്നെ വലിയ രീതിയിൽ വാർത്തയായിട്ട് മാറിയ ചിത്രമാണല്ലോ ജനനായകൻ എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിന്റെ റിലീസ് പൊങ്കലിന്റെ പ്ലാൻ ചെയ്തെങ്കിലും ചിത്രം മാസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ഇന്നത്തെ തിയേറ്ററിലോട്ട് എത്തുമ്പോൾ തിയേറ്ററിൽ വമ്പൻ വരവേൽപ്പ് തന്നെയാണ് ചിത്രത്തിന് ആരാധകർ ഒരുക്കിയിരിക്കുന്നത്. വിനോദ് അണിയിച്ചൊരുക്കിയ ചിത്രത്തിൽ ബേബി ഡിയോൾ, പൂജ ഹിജ്, മമിത ബൈജു, പ്രകാശ് രാജ്, ഗൗതം വാസുദേവ് മേനൻ, പ്രകാശ് രാജ്, നരേൻ തുടങ്ങിയവരാണ് കേന്ദ്ര കഥാപാത്രമായിട്ടുള്ളത്. ഭഗവൻ കേസരി എന്ന് പറയുന്ന ബാലയ്യ ചിത്രത്തിന്റെ റീമേക്ക് ആയിട്ടെത്തിയ ചിത്രം എന്തൊക്കെയാണ് ജനനായകൻ ആദ്യ പകുതി പിന്നിടുമ്പോൾ പ്രേക്ഷകർക്കിടയിൽ നിന്ന് മികച്ച അഭിപ്രായങ്ങൾ തന്നെ സ്വന്തമാക്കുകയാണ്. എന്തൊക്കെയാണ് തെലുങ്ക് ചിത്രത്തിന്റെ തനിപ്പതിപ്പ് തന്നെയാണ് ചിത്രത്തിന്റെ തമിഴ് പതിപ്പ് ഒരുക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ആരാധകർക്ക് ആവേശം ഉണർത്തുന്ന ഒരുപാട് രംഗങ്ങൾ ഭഗവൻ കേസരിയേക്കാൾ ഈ ഒരു സിനിമയെ കാണാൻ സാധിക്കുന്നുണ്ട്. ചിത്രത്തിൽ അനിരുദ്ധ് ഒരുക്കിയ മ്യൂസിക്കും വലിയ രീതിയിൽ ആ ചിത്രത്തിന്റെ ഹൈപ്പ് കൂട്ടുന്ന ഒരു കാഴ്ചയാണ്, അല്ലെങ്കിൽ തിയേറ്ററുകളിൽ ഒരു ബീസ്റ്റ് മൊമെന്റ്സ് ഒക്കെ സൃഷ്ടിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ രണ്ടാം പകുതിക്കും ഇതേ ഫ്ലോ കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ച ഒരുപക്ഷെ തമിഴ്നാട് സിനിമാ കരിയറിൽ അല്ലെങ്കിൽ സിനിമയുടെ അങ്ങനെ എക്കാലത്തെ വലിയ വിജയങ്ങൾ സ്വന്തമാക്കുന്ന അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു 600 മുതൽ 800 കോടി രൂപ വരെ സ്വന്തമാക്കുന്ന ഒരു ചിത്രമായിട്ട് ജനനായകൻ മാറാനുള്ള സാധ്യതകളുണ്ട്. എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ മുഴുനീള റിവ്യൂകളൊക്കെ അറിയാൻ വേണ്ടി. അപ്പം ജനനായകൻ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.